അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം, ഈ പേജിൽ അപ്ലോഡ് ചെയ്യുന്ന ഇസ്ലാമിക വീഡിയോകൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് പൂർണ്ണമായി മുസ്ലിമായി ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. ദയവായി കേവല മുസ്ലിം നാമധാരികൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക. നായയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേർ സംശയവുമായി വന്നിരുന്നു. അതിനെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയ്ക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. നായയെ സ്പർശിക്കൽ ഹറാമല്ല എന്ന മെസ്സേജ് ഷെയർ ചെയ്യാനാണ് മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നായയെ വളർത്താനോ മടിയിലിട്ട് താലോലിക്കാനോ പ്രോത്സാഹിപ്പിച്ചതല്ല. നായയുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കില്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നായ നമ്മളെ സ്പർശിച്ചാലോ, നമ്മൾ നായയെ തൊട്ടാലോ, നമ്മുടെ പാത്രങ്ങളിൽ നായ തലയിട്ടാലോ 7 തവണ കഴുകണമെന്നും അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണമെന്നും പുണ്യ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നനവ് കൊണ്ടുള്ള ഉദ്ദേശം വെള്ളം കൊണ്ട് നനഞ്ഞിരിക്കുക എന്നത് മാത്രമല്ല. നായ എപ്പോഴും അതിന്റെ ശരീരം നക്കി തുടച്ച് വൃത്തിയാക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് തന്നെ നായയുടെ ശരീരം എപ്പോഴും നനവുള്ളതാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള നായകളെ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിലും നജസാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നായയുമായുള്ള അടുത്തിടപഴകിയുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതാണ് സൂക്ഷ്മത ഏറ്റവും നല്ലത്. ഇനി ആർക്കെങ്കിലും നായ തൊടണമെന്നോ താലോലിക്കണമെന്നോ നിർബന്ധമുണ്ടെങ്കിൽ അവർക്ക് നായയുടെ തലയിൽ തലോടാവുന്നതാണ്. കാരണം നക്കി തുടക്കുന്ന സമയത്ത് അതിന്റെ നാവ് തലഭാഗത്ത് എത്തുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും 3 തരത്തിലുള്ള നായകളെ വളർത്താൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിൽ അവ വിശദീകരിക്കാം. അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ പേജ് ഫോളോ ചെയ്ത് കാത്തിരിക്കുക.